2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2026 ആകുമ്പോഴത്തേക്കും ഒരുപിടി നല്ല പ്രൊജക്റ്റുകൾ നമുക്ക് കേരളത്തിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വൺസ് പ്രോജക്റ്റ് പ്രൊപ്പോസൽ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ DPRലേക്ക് നമ്മൾ പോകും. ഒരു 25 ഏക്കേഴ്സിനകത്ത് വരുന്നൊരു ക്യാമ്പസാണ്. അതിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളൊരു കെയർ ഹോം ചെയ്യുന്നത്. സെറൈൻ ഹൊറൈസൺ ഇന്ന് കേരള ടൂറിസം മാപ്പിൽ മാർക്ക് ചെയ്യപ്പെട്ട ഒരു അസറ്റാണ്. അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതൊരു പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടല്ല, പ്രസൻറ്റേഷൻ ഈസ് ദ കീ. അതിലാണ് നമുക്ക് 3x 10x ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്നത്. ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന എമൗണ്ടിനെ XXX ആയിട്ട് മാറ്റുക മിനിമം, അത് ഞങ്ങളുടെ ഒരു അഷുറൻസ് ആണ്. നമസ്കാരം. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്നത് വെറുതെ ഒരു ബ്ലൂ പ്രിന്റിനോ അല്ലെങ്കിൽ പ്ലാനിനോ പുറത്തോ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിങ് അതിനാവശ്യമാണ്. നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു സ്ഥലത്ത് അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്നത് കൃത്യമായ ആസൂത്രണം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ നിർമ്മാണ മേഖലയിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രായോഗികമായ നൂതനാശയങ്ങൾ ഏറെ കൊണ്ടുവന്ന ബിൽടെക് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻസിൻ്റെ CEO ബിനോയ് തോമസ് ആണ് ഇന്നത്തെ അതിഥി. വെൽക്കം സർ. താങ്ക് യു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിൽടെക് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. എന്താണ് ബിൽടെക്? ബിൽടെക് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടേൺകീ കോൺട്രാക്റ്റിംഗ് ഫേമാണ്. അതായത് ഡിസൈനിങ്, ലൈസണിങ്, എക്സിക്യൂഷൻ ആൻഡ് സക്സസ്ഫുൾ കീ ഹാൻഡിങ് ഓവർ ആൻഡ് ദ പ്രോപ്പർ റണ്ണിങ് ഓഫ് ദി പ്രോപ്പർട്ടി. ഇതാണ് ബിൽടെക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സപ്പോർട്ട്. ഓക്കെ, ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ് കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ ഒരു തലവേദനയും വേണ്ട എന്ന് ചുരുക്കം. ഒരു പ്രൊഫഷണൽ കോർഡിനേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ് ബിൽടെക് നോക്കുന്നത്. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഒരു ഗ്യാപ്പ് അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം പ്രൊഫഷണലി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഫേമാണ് ബിൽടെക്. നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ബിൽഡേഴ്സാണ്. അപ്പോൾ അത്രയും കോമ്പറ്റീഷനുള്ള ഒരു സെക്ടറാണ്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷനുള്ള സെക്ടറിൽ ഈ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈസി അല്ല. അതെങ്ങനെയാണ് പറ്റിയത്? 2013 ഞാനും വൈഫും കൂടെ കൂടിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം മാർക്കറ്റ് സ്റ്റഡി കറക്റ്റായിട്ട് നടത്തി അനലൈസ് ചെയ്ത് എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്ക് കെയർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കൂടെ മാത്രമേ പോസിബിൾ ആവുള്ളൂ. നമുക്കറിയാം മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ദുബായ്, ന്യൂയോർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള പല സ്ഥലങ്ങളെ പറ്റി നമ്മൾ ഷോക്കേസ് ചെയ്ത് പറയുന്നത് അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റാമ്പിങ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ബിൽടെക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2014 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2026 ആകുമ്പോഴത്തേക്കും ഒരുപിടി നല്ല പ്രൊജക്റ്റുകൾ നമുക്ക് കേരളത്തിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ധാരാളം പ്രൊജക്റ്റുകൾ ഓൺഗോയിങ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിൽ നോക്കുമ്പം NRIs ആണ് നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചോളം അവർ വേറൊരു രാജ്യത്ത് അവരുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പം കേരളത്തിൽ അവർക്ക് വേണ്ടിയിട്ടൊരു പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ വർക്കുകളെ കാണുന്നതും അതിൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പും. അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതായത് ഒരു ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയം മുതൽ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ തൊട്ട് അത് കറക്റ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ബിൽടെക് പ്രൊഫഷണലി കോർഡിനേറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മളൊരു ലാൻഡ് കാണുമ്പം അതിൻ്റെ ലീഗൽ സൈഡ് കംപ്ലീറ്റ് ലൈസണിങ്ങും നമ്മൾ ചെയ്ത് ആ ലാൻഡ് കൺസ്ട്രക്ഷൻ അനുയോജ്യമായ ഒരു ഭൂമിയാണെന്ന് വരുത്തി തീർക്കും. സെക്കൻഡ് തിങ് ആണ് അവിടത്തേക്ക് യോജിക്കുന്ന ഒരു ഫീസിബിലിറ്റി സ്റ്റഡീസ്. എന്ത് പ്രോജക്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ടീം വന്ന് അനലൈസ് ചെയ്ത് ആ പ്രോജക്റ്റിൻ്റെ ഒരു ഫീസിബിലിറ്റി കംപ്ലീറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ വരുന്നത്. വൺസ് പ്രോജക്റ്റ് പ്രൊപ്പോസൽ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ DPRലേക്ക് നമ്മൾ പോകും. ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിലൂടെ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം ക്ലയൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ നേച്ചർ എന്താണ്, ക്ലയൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഈ പ്രോജക്റ്റിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റിന് കിട്ടുന്ന ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. നാലാമത് ഇതിൻ്റെ ഫണ്ടിങ്, എത്ര ഫണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് ഏതൊക്കെ രീതിയിൽ പബ്ലിക്കായിട്ട് നമ്മൾ കളക്ട് ചെയ്യണോ, ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യണോ, അതോ ഓൺ ഫണ്ട് വെച്ച് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തമായ കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ
ഞങ്ങളുടെ സർവീസ് ഒരു 50% ഇങ്ങനെയുള്ള കൺസൾട്ടേഷനിലാണ്. ബാക്കി 50% ആണ് കൺസ്ട്രക്ഷനും എക്സിക്യൂഷനും ആൻഡ് അതർ കോർഡിനേഷനിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ കോർപ്പറേറ്റ് ലെവലിലാണെങ്കിലും ഇപ്പോൾ ലൈക്ക് ലുലു, DMRC, കൊച്ചി മെട്രോ, റിനൈ ഗ്രൂപ്പ്സ്, അമാൽഗം ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള കുറേയേറെ ക്ലയൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് ഞങ്ങൾ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഈ സെയിം പാറ്റേൺ തന്നെയാണ്. അല്ലാതെ അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിന് സെയിം ആയിട്ടൊരു കോപ്പി പ്രോജക്റ്റ് നമ്മൾ ഒരിക്കലും ഒരിടത്തും സജസ്റ്റ് ചെയ്യാറില്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ 100% ഓണർഷിപ്പ് നമ്മൾ എടുത്തിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ഇന്ന് മാർക്കറ്റിൽ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ബിൽടെക് കുറേയേറെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. സ്റ്റിൽ ടുഡേ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനൊരു കോമ്പറ്റീറ്റർ ഇല്ലാതെയാണ് നമ്മുടെ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു ബെറ്റർ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്നിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ്. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വളരെ എക്സൈറ്റിംഗ് ആണ്. കാരണം നമ്മുടെ പല പ്രവാസികളുടെ ഒരു പ്രശ്നം, അതിൻ്റെ നമ്മളൊരു മിനിയേച്ചർ വേർഷൻ എടുത്തു കഴിഞ്ഞാൽ വരവേൽപ്പ് സിനിമയിലെ മോഹൻലാൽ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ പണം ചെലവഴിച്ച് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ പോലെ പ്രവാസികൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് അവർക്ക് അവരുടെ ഇപ്പോൾ പൻസർ പറഞ്ഞ ആ ടേം ഓണർഷിപ്പ്, അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു എമൗണ്ട് ഓഫ് ഇൻകം അത് ഓൺ ചെയ്ത് അവർക്ക് വേണ്ടി ജെനുവിൻലി ഒരു പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രവാസികൾ അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വെർട്ടിക്കൽസിൽ അല്ലെങ്കിൽ ഏതൊക്കെ സെഗ്മെന്റിലാണ് ബിൽടെക് ഇപ്പോൾ അവരുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്? ബിൽടെക് മെയിനായിട്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സെഗ്മെന്റ്സ് ആണ്. അതായത് നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് മാക്സിമം റിട്ടേൺ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് ഒരു ഡിവിഷനുണ്ട്. അക്രോസ് ദി സ്റ്റേറ്റിൽ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെല്ലാം നമുക്ക് പ്രോജക്റ്റുകളുണ്ട്. അതുമാത്രമല്ല നമ്മളൊരു 30-ലധികം പ്രോജക്റ്റുകൾ, ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വെൽ സ്റ്റഡീഡാണ്. ഇപ്പോൾ എക്സിക്യൂഷനിലും നമുക്ക് നമ്മുടേതായ ഒരു സ്ട്രോങ് ടീമുണ്ട്. സെക്കൻഡ് സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളും കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകളും ടൗൺ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റുകളാണ്. നമുക്കറിയാം, നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഫുഡ് കോർട്ട് ഉണ്ടാവും, ഓഫീസ് സ്പേസ് ഉണ്ടാവും, പ്ലസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള അതർ കോർപ്പറേറ്റ് ബ്രാൻഡ്സ് ഉണ്ടാവും. അപ്പം എല്ലാ രീതിയിലും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മോൾ കൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പോൾ ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് യൂത്തിന് വേണ്ടിയിട്ട് മാത്രം ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റൽ ഡിവിഷൻ നമ്മൾ ആക്റ്റീവായിട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇപ്പോൾ തന്നെ നമ്മളൊരു 6ഓളം പ്രോജക്റ്റുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഡിവിഷനുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള അല്ലെങ്കിൽ നീഡ് ഓഫ് ദി അവറായിട്ട് നിൽക്കുന്ന അസിസ്റ്റഡ് ലിവിങ്, ഞങ്ങളിപ്പോൾ 4ഓളം പ്രോജക്റ്റുകൾ ഓൾറെഡി ഫുൾ സ്വിങ്ങിൽ നടക്കുന്നു. അസിസ്റ്റഡ് ലിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളൊരു കെയർ ഹോം സെറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. എപ്പോഴും ഏജ്ഡ് ആകും തോറും അവർക്ക് വേണ്ടത് ഏറ്റവും നല്ല മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ അഞ്ചൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 25 ഏക്കേഴ്സിനകത്ത് വരുന്നൊരു ക്യാമ്പസാണ്. അതിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളൊരു കെയർ ഹോം ചെയ്യുന്നത്. അപ്പോൾ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള അസിസ്റ്റഡ് ലിവിങ്ങുകളാണ് ബിൽടെക് ഡിസൈൻ ചെയ്യുന്നതും നമ്മളത് പബ്ലിക്കിനായിട്ട് കൊടുക്കുന്നതും. നമ്മൾ ഈ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് പലർക്കും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. പക്ഷേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പലരും കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സാറിന് പറഞ്ഞതുപോലെ ഒരുപാട് വെർട്ടിക്കൽസ് ഇനിയും അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്നതുണ്ട്, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നത്? ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീതിയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ NRIs ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഒരു ക്രൈസിസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്താവും എന്ന് അറിയില്ല. ഒരുപക്ഷെ അവരവരുടെ ചെറുപ്പകാലത്ത് അവിടെ പോയി അധ്വാനിച്ച് കുറച്ച് മണി ഒക്കെ ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ലെവലിലേക്ക് അവർ തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഹാർഡ്ലി അവർ ചെയ്തിട്ടുണ്ടാവുക അവരുടെ ഒരു എക്സസ് ഫണ്ട് വരുമ്പം എവിടെയെങ്കിലും ഒരു ലാൻഡിന്മേൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ലാൻഡ് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിൽ ലാൻഡിന് പൊട്ടൻഷ്യലുണ്ട്, അപ്രീസിയേഷനുണ്ട്. പക്ഷേ ഒരു ഈസി മണി ഒരിക്കലും അതിൻ്റെ ഓണറിലേക്ക് വരില്ല.
അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഐഡിയലായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഓണറിനെ സംബന്ധിച്ചോളം അങ്ങനെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുമായിരിക്കും, പക്ഷേ അത് സെല്ല് ചെയ്യുന്ന സമയത്തേ കിട്ടത്തുള്ളൂ. പക്ഷേ ഒരു റിക്കറിങ് ഇൻകം വരുന്ന രീതിയിലേക്ക് അത് മാറിയാൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല NRIസും ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്ന ഇപ്പോൾ വരുന്നതിൻ്റെ ഒരു പകുതിയിലധികം NRI ക്ലയൻസാണ്. അവർക്ക് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ലാൻഡുണ്ട്, ഞങ്ങൾക്കത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ഷോപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സർവൈവൽ ഇൻകത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ധാരാളം ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ ലാൻഡ് ഞങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യണം, ഞങ്ങളുടെ ഒരു എക്സ്പെർട്ട് ടീം വന്നത് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ലാൻഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതൊരു പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ടല്ല, ആ ഒരു ഏരിയയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് എടുത്തതിന് ശേഷമായിരിക്കും നമ്മളെപ്പോഴും ഒരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ തരുന്നത്. ആ പ്രൊപ്പോസൽ നമ്മളവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ബിൽടെക് ടേക്കൺ കെയർ ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ എന്താണോ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം, ആ ഉദ്ദേശം കറക്റ്റായിട്ട് സാക്ഷാത്കരിക്കാൻ ബിൽടെക് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും. ആസ് എ ക്ലൈൻറ്റ് അവരെ സംബന്ധിച്ചോളം ഒരിക്കലും അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് അൺനെസസറി ആയിട്ട് അവർ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അവരെ സംബന്ധിച്ചോളം നമ്മളുടെ ബിൽടെക് ബിൽഡ് ചെയ്യുക, ടെക്നോളജി എനേബിൾഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബിൽടെക്കിൻ്റെ ഒരു ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. നമ്മളെ സംബന്ധിച്ചോളം ഡേ ടു ഡേ അപ്ഡേറ്റ്സ് ഉണ്ടാവും, 15 ഡേയ്സിൽ കൂടുമ്പോൾ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവും, പ്രോജക്റ്റ് സ്കെഡ്യൂളിംഗ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ആരെ സംബന്ധിച്ചോളം ഒരു ലിമിറ്റഡ് ടൈം ഈ പ്രോജക്റ്റിലേക്ക് വേണ്ടി വളരെ കുറഞ്ഞൊരു സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നാട്ടിൽ ഒരു നല്ലൊരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തീർച്ചയായും അവർക്കതൊരു എക്സിറ്റ് പ്ലാനിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, വരും തലമുറയ്ക്ക് ഒരു പക്ഷേ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ലാൻഡിന്മേലുള്ള അസറ്റ്സും ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ NRIസിനെ നാട്ടിലുള്ള അവരെയും നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ബിൽടെക് നന്നായിട്ട് ടേക്കൺ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബിസിനസ്സിൻ്റെ അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ഇൻവെസ്റ്ററിൻ്റെ പ്രസൻസ് ത്രൂ ഔട്ട് അവിടെ ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പോൾ ആ ഒരു തലവേദന ഇല്ലാതെ അവരുടെ പ്രസൻസ് ഇവിടെ ഇല്ലെങ്കിൽ പോലും അത് കൃത്യമായി പ്ലാനിങ്ങോടുകൂടെ ഒരു റിസർച്ച് സ്റ്റഡി ഇതൊക്കെ ചെയ്ത് അവർക്ക് കീ കൊടുക്കുന്നു. മാത്രമല്ല അതിനുശേഷവും അവരോടൊപ്പം നിൽക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ വരുമ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടാണ് ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പം നമ്മളിവിടെ വിസിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ്, ഇതിനു മുമ്പ് ഈ ലാൻഡ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം, അതിനെ ഈ രീതിയിൽ ടേൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിയതിനൊരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, അതെന്താ? സെറൈൻ ഹൊറൈസൺ ഇന്ന് കേരള ടൂറിസം മാപ്പിൽ മാർക്ക് ചെയ്യപ്പെട്ട ഒരു അസറ്റാണ്. 2024 ഗ്ലോബൽ ആർക്കിടെക്ചേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് അവാർഡ് കിട്ടിയ പ്രൊജക്റ്റാണ് ഈ ഇരിക്കുന്ന സെറൈൻ ഹൊറൈസൺ. പിന്നെ 2025 സൗത്ത് ഏഷ്യൻ ട്രാവൽ അവാർഡ് കിട്ടിയ പ്രൊജക്റ്റാണിത്. സോ ദീസ് ഓൾ ആർ ദ റെക്കഗ്നിഷൻ ആണ്. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് ഒരാൾ ഡോക്ടർ കൃഷ്ണകുമാർ പ്ലാൻ ചെയ്തതിന് ശേഷം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജസിലും നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടിങ് ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ കൃഷ്ണകുമാറിന് അന്ന് ഞങ്ങളോട് പറയുമ്പം, അതായത് ഇത് കോവിഡിൻ്റെ ഒരു സമയത്താണ് ഈ പ്രൊജക്റ്റ് സംഭവിച്ചത്. അപ്പോൾ സൂം മീറ്റിലാണ് നമ്മൾ ഡിസ്കഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട കാര്യം, ഇത് തേക്കടിയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം. അതുമാത്രമല്ല, ബിൽടെക് ആഡ് ചെയ്തത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് പ്രീമിയം ആകുക എന്നുള്ളതല്ല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇനി വരും നാളുകളിൽ ഇത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെറ്റർ ലിവിങ് എക്കോസിസ്റ്റം ആയിരിക്കണം ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ക്ലയൻറ്റിൻ്റെ ഇൻപുട്സും ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഏറ്റവും ഫൈനസ്റ്റ് ഫെസിലിറ്റീസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഇത്രയും വലുപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് നമുക്ക് കൊച്ചിയിൽ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് വരുന്നത് യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ US നിന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചോളം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതും, ഇതിലൂടെ അവർ ചിലപ്പം കൊടുക്കുന്ന ഒരു സെൽഫി ആയിരിക്കും നാളെ ചിലപ്പോൾ പ്രോപ്പർട്ടിയുടെ ഒരു ബിസിനസ്സായിട്ട് വരുന്നത്. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള അൾട്രാ പ്രീമിയം ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തതും. ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ റിവ്യൂസ് തന്നെ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും,
ആസ് എ ബിൽടെക് പ്രൗഡ്ലി പറയും, എപ്പോഴും അവർ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയും റൂമിൻ്റെ സ്പേഷ്യസ്നെസ്സിനെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പിന്നിൽ ക്ലയൻറ്റിൻ്റെ ഒരു വിഷനും ഞങ്ങളുടെ ഒരു മിഷനും കൂടെ ആയപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 40-ലധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുകൾ തേക്കടിയിലുണ്ട്. അതിൽ ഇന്ന് ഫസ്റ്റ് ഫേസിൽ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സെറൈൻ ഹൊറൈസൺ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതെപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു സ്റ്റാമ്പിംഗ് ആയിട്ടുള്ള, ഞങ്ങളെടുത്ത എഫേർട്ടിന് എപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാമ്പിങ്ങിനുള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ഈ റിയാലിറ്റി മേഖലയിൽ നോക്കുമ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഒരു കൺസ്ട്രക്ഷനും പിന്നീട് വരുന്ന ബ്രാൻഡിങ്ങും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഊട്ടിയിൽ പോയി. അപ്പോൾ ആ കുണൂർ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് 2 പ്രോപ്പർട്ടിയിൽ താമസിച്ചു. പക്ഷെ ഒരു പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ വൈസ് ഒക്കെ നല്ലതാണ്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ആംബിയൻസും നമുക്കൊരു പീസ് ഓഫ് മൈൻഡും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ആദ്യത്തെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഞാൻ തന്നെ ഒരു 10 പേരോട് പറഞ്ഞു അവിടെ പോകാം, സ്റ്റേ ചെയ്യാമെന്ന്. അപ്പോൾ പലപ്പോഴും ഈ ബ്രാൻഡിങ്ങിൽ കൺസ്ട്രക്ഷന് വലിയൊരു പങ്കുണ്ട് അല്ലേ? തീർച്ചയായും. ബിൽടെക് എപ്പോഴും ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബിൽടെക്കിൻ്റെ പ്രൊജക്റ്റ് എന്നോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലല്ല നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. വൺസ് ഇതൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ഫസ്റ്റ് ഒരു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ്, ബിൽടെക്കിൻ്റെ ഓഫീസിൽ അതിനെപ്പറ്റി പറയും. 3, ഇവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ആൻഡ് നൈബറിങ് ഏരിയയിൽ പറയും. ഈ വർക്ക് തീരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ മാർക്കറ്റിൽ ഈ ഒരു പ്രൊജക്റ്റ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. അപ്പോൾ ഇവിടെയുള്ള ഇപ്പം ഒരു പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ ഇപ്പോൾ മാറിയിട്ട് സെറൈൻ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ സെറൈൻ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. നമ്മൾ ചെറിയ ഇനിഷ്യേറ്റീവ്സ് ഓട്ടോമാറ്റിക്കലി ഒരു വേർഡ് ഓഫ് മൗത്തിൽ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആകും. ഇനി ആര് ഇൻവെസ്റ്റ് ചെയ്താലും ₹1 നിക്ഷേപിക്കുമ്പോൾ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് ചാരിറ്റി കൊടുക്കുന്ന പോലെയല്ലല്ലോ. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ₹1 ഞാൻ നിക്ഷേപിക്കുമ്പോൾ എന്തിന് ഞാൻ നിക്ഷേപിക്കണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ഒരു മേഖലയിൽ നിക്ഷേപിക്കുമ്പം എത്ര സാധ്യതയാണുള്ളത്? ഈ ROI എത്രത്തോളം ഉണ്ട്? എല്ലാവരും അധ്വാനിച്ചും കഷ്ടപ്പെട്ടുമാണ് പൈസ ഉണ്ടാക്കുന്നത്. പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം, പൈസ നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോഴാണ് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അല്ല നമ്മുടെ പോക്കറ്റിൽ നമ്മൾ അധ്വാനിച്ച് നമ്മൾ ബാങ്കിൽ സ്വരുക്കൂട്ടി വെക്കുന്നതല്ല ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ബിൽടെക് എടുക്കുന്ന റിസ്ക് എലമെൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്നും ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന എമൗണ്ടിനെ XXX ആയിട്ട് മാറ്റുക മിനിമം. അത് ഞങ്ങളുടെ ഒരു അഷുറൻസ് ആണ്. അത് ചെയ്യുന്ന മറ്റു ഗിമിക്സിലൂടെയൊന്നുമല്ല. സ്ട്രാറ്റജിക് പ്ലേസിങ്, പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ദ പ്രോജക്റ്റ് ഡിസൈനിങ്, ഇതിലൂടെ നമുക്ക് തീർച്ചയായും ഇതിന് അപ്രീസിയേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടാണ്ട് ഒരു സസ്റ്റൈനബിൾ ഇൻകം, ഒരു റിക്കറിങ് ഇൻകം എവറി മന്ത് അല്ലെങ്കിൽ എവറി ഇയറിൽ കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമല്ല ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ പ്രോപ്പർട്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, അതിൻ്റെ ഓരോ സ്റ്റേജസിലും ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ദിസ് ഈസ് എ ഹോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുള്ളൂ. വിച്ച് മീൻസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിൽ നത്തിങ് മോർ നത്തിങ് ലെസ്. ഇവിടെ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ക്ലിയർ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എക്സ്പെൻസസ് എടുത്ത് അതിലൂടെ ഒരു BOQ പ്രിപ്പയർ ചെയ്ത് അതാണ് നമ്മൾ ക്ലയൻറ്റും നമ്മളുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് എഗ്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ എല്ലാ ഹെഡേക്കും അവിടെ കഴിഞ്ഞു. മീൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് അതിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീടാണ് നമുക്കറിയാം, എപ്പോഴും നമ്മളൊരു ലാൻഡ് വാങ്ങിച്ച് അവിടെ ഒരു ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോസ്റ്റ് അല്ല ഒരിക്കലും പിന്നീട് വരുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീസിയേഷനാണ്. അപ്രീസിയേഷൻ എടുക്കാൻ വരുന്ന ഏജൻസീസ് ലൈക്ക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, അല്ലാണ്ട് പുറത്ത് ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ടാവും. അവർ വന്നിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ 2021 ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളതിൻ്റെ ബഡ്ജറ്റ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തു. ഞങ്ങളിത് വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വാല്യുവേഷൻ എടുത്തു. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ഇതിൻ്റെ വാല്യുവേഷൻ എടുക്കുകയുണ്ടായി. അപ്പം അത് ഗ്രോത്ത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിലായിരിക്കും നമ്മളൊരു 3x എങ്കിലും മിനിമം വാല്യൂ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഓരോ പ്രോപ്പർട്ടീസും. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് അവർ ട്രേഡ് സീക്രട്സ്. അതെ, ട്രേഡ് സീക്രട്ട് പറയണ്ട. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ പലപ്പോഴും എല്ലാവർക്കും പണമുള്ളവരുണ്ട്, പണം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട്. പക്ഷേ ഈ വാറൻ ബഫറ്റ് ഒക്കെ പറയുന്ന പോലെ ആ പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. ആ
ടെക്നിക്ക് പലർക്കും അറിയില്ല. സാർ പറയുന്ന ഈ 3x മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഒരു മൾട്ടിപ്ലയർ വരണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ് വേണം, കൃത്യമായ സ്റ്റഡി വേണം. അത് ഉറപ്പല്ലേ? ഒരു എൻ്റർപ്രനർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഗ്രാജുവലി ഒരാളിലേക്ക് വരുന്നതാണ്. പക്ഷേ പല ആൾക്കാരെ സംബന്ധിച്ചോളം അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലാക്ക് ഓഫ് കൺസൾട്ടൻസിൻ്റെ പേരിലാണ് പല കാര്യങ്ങളും ചെയ്യാതെ വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ആൾക്കാർ പൈസ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകളിൽ അകപ്പെടുന്ന ആൾക്കാരുടെ അവസ്ഥയെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അറിയാം, നമുക്ക് ആടുമാഞ്ചിയം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേയേറെ സീക്വൻസ് ഓഫ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കും നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു കറക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എവിടെയെങ്കിലും ROI ഇത്ര എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകിലാണ് പോകുന്നത്. ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ, ഒരു ബെറ്റർ സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കാതെ ഒരിക്കലും അവർക്കൊരു റവന്യൂ ജനറേഷൻ ഉണ്ടാവില്ല. പിന്നെ ഇത് അവർക്ക് ഒരിക്കലും എടുത്തു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഫിക്സഡ് അസറ്റാണ്. അതിപ്പോൾ ആര് വിചാരിച്ചാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. 100% ഇൻവെസ്റ്റ്മെൻറ്റിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഇതിൻ്റെ എൻ്റയർ ഡോക്യുമെൻറ്റും ഇരിക്കുന്നത് ക്ലയൻറ്റിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ഇതിലേക്കൊരു 10 കോടി അല്ലെങ്കിൽ ഒരു 20 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ്റയർ കസ്റ്റോഡിയനും ഇതിൻ്റെ ക്ലയൻ്റ് ആയിരിക്കും. സോ ഇതിനെ ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫൈ ചെയ്ത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. പ്രസൻറ്റേഷൻ ഈസ് ദ കീ. അതിലാണ് നമുക്ക് 3x 10x ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം, നമുക്കിപ്പം ഒരു മെഴ്സിഡസിൻ്റെ ബെൻസും ഓൾമോസ്റ്റ് അതിനേക്കാൾ ഫീച്ചേഴ്സ് കുറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഇപ്പം ലംബോർഗിനിയിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് ഇതിൻ്റെ 4 ടൈംസോ പേയ്മെൻറ്റ് മുടക്കി ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. ദാറ്റ് ബിക്കോസ് ഓഫ് ദി അപ്പിയറൻസ് ആൻഡ് ദ ബ്രാൻഡ് പൊസിഷനിങ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഗിമിക്സ് അല്ല, എക്സാക്ട്ലി പെർഫെക്റ്റായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇൻവെസ്റ്റ്മെൻറ്റുകൾ വെൽത്തായിട്ട് മാറാൻ പറ്റും. വെൽത്ത് ഈസ് കൺവേർട്ടഡ് ടു ആൻ എനർജി. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് NRIസിലേക്ക് ഇൻവെസ്റ്റേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള എൻ്റയർ ആക്ടിവിറ്റീസാണ് ബിൽടെക് ടേക്കൺ കെയർ ചെയ്യുന്നത്. ആ എനർജി നമ്മൾ കൊടുക്കുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഇൻവെസ്റ്ററിനെ പോലെ തന്നെ ആ ആളിൻ്റെ പണമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടു കൂടെ ചെയ്തു കൊടുക്കുന്നു. നമ്മൾ കീ കൊടുക്കുന്നു. ആ കീ കൊടുക്കുന്നിടത്ത് കഥ തീർന്നോ, അതോ അതിനുശേഷം അതിൻ്റെ മാർക്കറ്റിങ് പിന്നീടുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുമോ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ ഇരിക്കുന്നു, ദ സെറൈൻ ഗ്രൂപ്പ്. അന്ന് സെറൈൻ ഗ്രൂപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു ഹോട്ടൽ വേണം എന്നുള്ളതായിരുന്നു ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലും അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലുമുള്ള ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും തേക്കടി പോലെ ഏറ്റവും ലാർജസ്റ്റ് സ്പൈസസ് പ്രൊഡക്ഷനുള്ള ഇവിടെ കൊണ്ടുവരികയും ഇത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു വിഷനായിരുന്നു. അപ്പോൾ എങ്ങനെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ അതിനെ ഞങ്ങൾ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്തു. ഇന്ന് സെറൈൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഡിഫറെൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഏകദേശം 5ഓളം പ്രീമിയം പ്രോപ്പർട്ടികൾ ബിൽടെക് ത്രൂ ഓൺഗോയിങ് ആണ്, കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു റിക്വയർമെൻറ്റ് വന്ന ഒരാളെ നമ്മൾ ഈ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഡസ്ട്രിയലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബിൽടെക്കിൻ്റെ കണ്ടിന്യൂസ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സർവീസസും സപ്പോർട്ടും പിന്നെ ഒരു റിലേഷൻഷിപ്പുമാണ് അതിനകത്ത് വരുന്നത്. ഇത് ഈ ഒരു പ്രോപ്പർട്ടി അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 6, 7, 8 പ്രോജക്റ്റുകളൊക്കെ നമ്മളിപ്പം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സീക്വൻസ് ഓഫ് ക്ലയൻസിലൂടെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതും റിപ്പീറ്റഡ് ആൻഡ് റെഗുലർ ഇൻട്രാക്ഷൻസും റിലേഷൻഷിപ്പുമാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബിൽടെക്കിൻ്റെ കുറേ ആ ഒരു ഫോൾഡറിലെ കുറേ സർവീസസ് എങ്ങനെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ബിൽടെക് വേറിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ എപ്പോഴും നമ്മൾ സമയത്തിന് ഈ കീ കൊടുക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്ന ഈ പ്രോജക്റ്റ് ഇന്ന ടൈമിൽ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന കുറേ ലോസ് ഉണ്ട്, അവരുടെ ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ടേൺ ഓൺ കീ എന്ന് പറയുന്നത് അത് റൈറ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഫെയിലാവുന്ന ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ ചോദിച്ചത്, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിലുള്ള ഡിഫറെൻറ്റ് എക്സ്പേർട്സിൻ്റെ ഒരു കോർഡിനേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിൽടെക് ആസ് എ സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ടൈം ഈസ് മണി. ടൈം മണി എന്ന് പറയാൻ 2-3 കാരണമുണ്ട്. ഒന്ന്,
ഒരു കൺട്രോളും ഇല്ലാതെ മെറ്റീരിയൽ പ്രൈസ് ഹൈക്കാവും. നമുക്കറിയാം അമേരിക്കയിലൊരു എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നമ്മളെ അത് അഫക്റ്റ് ചെയ്യും. ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചാലും കേരളം എന്ന് പറയുന്ന ഒരു മാർക്കറ്റിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ബിൽഡൊക്കെ എപ്പോഴും സ്പെസിഫിക്കലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വർക്ക് സ്കെഡ്യൂൾ. ഈ അലോട്ട് ചെയ്യുന്ന വർക്കുകളിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഡ്രോ ചെയ്ത് വരച്ചത് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. പിന്നെ ഞങ്ങൾക്കുള്ള ഏക ചലഞ്ച് എന്ന് പറഞ്ഞാൽ ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടൈമിൽ ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന എക്സ്ട്രാ മാൻ പവർ അവേഴ്സ് വരും. സെക്കൻഡ് തിങ് മെറ്റീരിയൽ പ്രൈസ് വരും. 3 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം ഫണ്ടിൻ്റെ ലാഗിങ് വരും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഇതിന് ഒരു പ്രോപ്പർ ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ആ ടൈം ഷെഡ്യൂൾ എവരി മന്ത് ഞങ്ങളും ക്ലയൻറ്റും തമ്മിൽ റിവ്യൂ ചെയ്യപ്പെടും. കൂടാണ്ട് ഇതിനുള്ള എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ടീമുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് നമുക്കറിയാം, ചില ചെറിയ പ്രൊജക്റ്റുകളൊക്കെ വർഷങ്ങളോളം നീണ്ടുപോയതിന് ശേഷം ആ പ്രൊജക്റ്റുകൾ അപ്പാകുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെ പോലും ഔട്ട്ഡേറ്റഡ് ആവും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം മാക്സിമം ഏത് പ്രൊജക്റ്റ് തുടങ്ങിയാലും 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. അത് എത്ര ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും എത്ര വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും വിൽ ടേക്കൻ കെയർ. നമ്മുടെ ഈ NRIs ഒക്കെ പലപ്പോഴും അവർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൃത്യമായി നടക്കുന്നത് അവർ വാർത്തയൊക്കെ കാണുന്നുണ്ടാവാം, പല കാര്യങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ വല്ലപ്പോഴുമാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ടൊരു മാർക്കറ്റ് എന്താണ്, ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കോപ്പ് എന്താണെന്നൊന്നും അവർക്ക് വലിയ ധാരണയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സാറി പറഞ്ഞതുപോലെ തന്നെ പല നിക്ഷേപ പദ്ധതികളും, അതിപ്പോൾ ആടത്തേക്കുമാഞ്ചിയമാണെങ്കിലും നാഗമാണിക്യമാണെങ്കിലും റൈസ് പുള്ളർ ആണെങ്കിലും എന്നെ ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന മലയാളികളുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഒരു പ്രവാസി നിക്ഷേപകന് അബദ്ധം പറ്റാതിരിക്കാൻ ഈ മേഖലയിൽ അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമുക്കറിയാം ആൾക്കാർ ഓരോ ദിവസവും തട്ടിപ്പിനിരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ കൃത്യതയോടുകൂടിയുള്ള ഒരു നിരീക്ഷണമാണ് ആദ്യം വേണ്ടത്. ഇപ്പം ഏതൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യമേ നോക്കേണ്ടത്. പിന്നെ നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ അവയർനെസ് എപ്പോഴും അറിയേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ അവരുടെ പ്രൊഫഷണലിസം എന്താണ്, എങ്ങനെയാണ് അവർ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഏറ്റവും ലോ കോസ്റ്റിൽ ഒരാൾ വന്നിട്ട് ഇന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വീണു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ ബെറ്റർ സർവീസിന് ഒരിക്കലും ചീപ്പ് പ്രൈസ് കോട്ട് ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് സർവീസ് കിട്ടണമെങ്കിൽ ബെസ്റ്റ് പ്രൈസ് കൊടുക്കണം. അവിടെ ടീം ഉണ്ടാവണം, മെമ്പേഴ്സ് ഉണ്ടാവണം. ഇതൊക്കെ അനലൈസ് ചെയ്യാതെ ആര് ചാടി പുറപ്പെടുന്നോ അവരുടെ കൈയാണ് പൊള്ളുന്നത്. അതാണ് എനിക്കിപ്പം പല ന്യൂസിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം. അപ്പോൾ എപ്പോഴും അവനവൻ്റെ ഫണ്ട് അവനവൻ തന്നെ വ്യക്തവും കൃത്യവുമായ പ്ലാനിങ്ങിലൂടെ നിക്ഷേപിക്കുമ്പോൾ മാത്രമേ അത് അവർക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഈസി ഷോർട്ട് കട്ട്സ് നോക്കുന്ന ആൾക്കാരുടെ ഫിംഗേഴ്സ് എപ്പോഴും ബേണ്ടായിരിക്കും. ദാറ്റ്സ് ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടത് അവരവർ തന്നെയാണ്. അതെ, നമ്മൾ ഇനിയും ട്രഡീഷണൽ ബിസിനസ് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ജനറേഷന് മുമ്പൊക്കെ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അവർക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഞാൻ ഇതാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചെയ്തത്, അത് തുടർന്നുകൊണ്ട് പോകും. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അത് സക്സസ്ഫുൾ ആക്കുക, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുക, ഹാൻഡ് ഓവർ ചെയ്യുക, എക്സിറ്റ്. ഇതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ കണ്ടു. അപ്പോൾ നമ്മുടെ ധനമന്ത്രി വരെ മെൻഷൻ ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അതിൻ്റെ വർക്ക്? ഇല്ല ചേച്ചി, ഞാനത് ഹാൻഡ് ഓവർ ചെയ്തു, എക്സിറ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെ ആ എക്സിറ്റ് ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ NRIസിന് ഈ എക്സിറ്റ് സ്കോപ്പ് ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ROI എന്താണ്? ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയാം ഇപ്പം ഒരു 4 തലമുറ മുമ്പ് ഉണ്ടായിരുന്ന പല ബിസിനസ്സുകളും ഇന്ന് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ്റെ ഇൻട്രസ്റ്റും അവർക്ക് ആ ബിസിനസ്സിന്മേലുള്ള ത്രില്ലും എത്രമാത്രം ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കണ്ടിന്യൂവേഷൻ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഈ സംഭവങ്ങൾ എൻ്റെ അപ്പൂപ്പനായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ആ ചിന്താഗതികളും ആ മൈൻഡ് സെറ്റും കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് മിനിമം 10x എങ്കിലും വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഒരു ഗ്ലോബൽ ട്രെൻഡ്. വാല്യുവേഷൻ കൊടുക്കുക, അതിനെ പ്രോപ്പറായിട്ടൊരു സിസ്റ്റമൈസ്ഡ് ആക്കുക, അത് ഇനിയും പുതുതായിട്ട് വരുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഇതിൻ്റെ ഫൗണ്ടറെ സംബന്ധിച്ചോളം അയാൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ അയാളുടെ ഹാർഡ് വർക്കിന് 10 മടങ്ങ് റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് ബിസിനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ബിൽടെക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ROI ഗ്യാരണ്ടി ചെയ്തിട്ട് തന്നെ അവരുടെ ഓണർഷിപ്പിലുള്ള പ്രൊജക്റ്റ് ബിൽടെക്കിന് ROI ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് ഏറ്റവും സേഫ് ഹാൻഡിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഒരു പ്രൊജക്റ്റും അങ്ങേയറ്റം വരെ കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എവിടെ
എത്ര വാല്യൂ കിട്ടുന്നു. ബിസിനസ് ഈസ് നോട്ട് എ സെൻറ്റിമെൻറ്റ്സ് വാല്യൂവിന് ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രൊജക്റ്റുകളാണെങ്കിൽ പോലും നമുക്ക് പറയാം, നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ പല 10 മടങ്ങ് റേറ്റിന് വിറ്റ് പോകുന്നുണ്ട്. പക്ഷേ ആ പൈസ വെച്ച് അടുത്ത അതിനേക്കാൾ വലിയ പ്രൊജക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശിച്ചിരുന്ന കാര്യത്തിൽ നിന്നും വേറൊരു ടീം നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രൊജക്റ്റുകളും വലിയ കോർപ്പറേറ്റുകൾ വരാനും അവരത് റൺ ചെയ്യാനും, ഇപ്പം ITC ഗ്രൂപ്പ്, മാരിയറ്റ്, അല്ലെങ്കിൽ താജ്, ഇങ്ങനെയുള്ളവരെല്ലാം ഇന്ന് പ്രോപ്പർട്ടീസ് അന്വേഷിച്ച് നടക്കുക. വലിയ വലിയ പ്രോപ്പർട്ടികൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ആസ് ആൻ ഇൻവെസ്റ്റർ അവർക്ക് നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ പ്രൊജക്റ്റുകൾ ഇപ്പം ഞങ്ങൾ പ്ലാനിങ്ങിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മറ്റ് സാധ്യതകളും ഉണ്ടല്ലോ. ഇപ്പം അസിസ്റ്റഡ് ലിവിങ്സ്, പ്രായമായവരുടെ പോപ്പുലേഷൻ നമുക്ക് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സെഗ്മെന്റിൽ നമുക്ക് സാധ്യതയുണ്ട്. മെഡിക്കൽ ടൂറിസം, വെൽനസ്, അങ്ങനെ ഒരു സെഗ്മെന്റിൽ. അപ്പോൾ ഈ സെഗ്മെന്റിലൊക്കെ ബിൽടെക്കിന്റെ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണ്? എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടോ ഈ പറയുന്നതിനപ്പുറമായിട്ട്? അസിസ്റ്റഡ് ലിവിങ് നമ്മുടെ ഗവൺമെൻറ് CM ഓൾസോ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്പീച്ച് CM ആയതിനു ശേഷം പറഞ്ഞ പോലെ നമ്മളുടെ എൽഡർലി ആൾക്കാരെ എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു പഴയ തറവാട് എടുത്തു കഴിഞ്ഞാൽ തറവാട്ടിലെ കാര്യങ്ങളെല്ലാം അവിടെ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഡിസിഷൻ അനുസരിച്ചാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം നമുക്കറിയാം, പല വാർത്തകളും കേൾക്കുന്നു. വീട്ടിൽ അച്ഛൻ തനിച്ചായിരുന്നു, മക്കൾ വിളിക്കാതെ വരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കൺസെപ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ പല കെയർ ഹോമുകളും പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അഷ്വർ ചെയ്യേണ്ട ഒരു കാര്യം, ഇവർക്കൊരു മെഡിക്കൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ അവരെയും കൊണ്ട് അന്നേരം ആംബുലൻസിൽ നേരെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഹോസ്പിറ്റലിലേക്ക് പോകണം. പക്ഷേ ബിൽടെക് തിങ്ക് ചെയ്തത് നേരെ തിരിച്ചാണ്. എന്തുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പസിൽ ഒരു കെയർ ഹോം കൊടുത്തുകൂടാ, ഒരു അസിസ്റ്റഡ് ലിവിങ്? സോ ഒരു ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൻ്റെ അങ്ങേയറ്റമാണ് ഹോസ്പിറ്റലുകൾ ടേക്ക് കെയർ ചെയ്യുന്ന സർവീസസ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊല്ലത്ത് ഒരു അസിസ്റ്റഡ് ലിവിങ് അറൗണ്ട് 25 ഏക്കേഴ്സ് വരുന്ന ഒരു ക്യാമ്പസിൽ 200 റൂംസിൻ്റെ ഒരു അസിസ്റ്റഡ് ലിവിങ് നമ്മളിപ്പം വർക്ക് ഓൺ ഗോയിങ് ആണ്. അത് ഐ എം ഷുവർ ഇറ്റ്സ് എ ബെഞ്ച് മാർക്ക് പ്രോജക്റ്റ് ഫോർ അസ്. ഞങ്ങൾ റിസോർട്ട് ഡെവലപ്മെൻറ്റിലാണെങ്കിലും നമുക്കറിയാം, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ചൈനയിൽ പോകുമ്പോൾ നമ്മൾ തീർച്ചയായും അവിടെ നമ്മളെ കഞ്ഞിയും ചമ്മന്തി അല്ല അന്വേഷിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് നൂഡിൽസ് എവിടെ കിട്ടും എന്നുള്ളതായിരിക്കും നമ്മൾ ചിലപ്പം അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പം, ഇപ്പം നമുക്കറിയാം, കേരളം 50 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? നമ്മൾ പോയിട്ടൊരു ഫാം ടു പ്ലേറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ പോയി അപ്പം പറിച്ചുകൊണ്ട് വരും, ഫ്രഷോടുകൂടി അത് പ്രിപ്പയർ ചെയ്യും, ഇത് ചെയ്യും. ഞങ്ങളൊരു 11 ഏക്കറിൽ ഇടുക്കിയിൽ പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ദ പ്ലേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ പ്യുവർലി വെൽനസ് കൺസെപ്റ്റാണ്. ബിസിയസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ ബിസി ആയിട്ടുള്ളവരെ നമ്മളൊരു 21 ഡേയ്സ് നമ്മുടെ പ്രൊജക്റ്റിൽ വന്ന് കംപ്ലീറ്റ്ലി ഡിറ്റോക്സിഫിക്കേഷൻ. കേരളം 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 100 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലിവിങ് എക്കോസിസ്റ്റമാണ് നമ്മൾ ഈ പുഷ്പഗിരിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അവർക്ക് ഫ്രൂട്ട്സ് അത് പറിക്കാം, അവർക്കത് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും ഫാമിൽ നിന്നും കളക്ട് ചെയ്ത് കുക്ക് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആയുർവേദിക് വെൽനസ്. ആയുർവേദികത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ, പിന്നെ നമ്മുടെ ആർട്ട് ഫോമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിൽ ടച്ച് ആൻഡ് ഫീലും കൊടുക്കാനും പറ്റുന്ന രീതിയിൽ ഒരു എക്കോസിസ്റ്റമാണ് നമ്മൾ അതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആ കമേഴ്സ്യൽ സെക്ടർ, റിയാലിറ്റി സെക്ടർ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കമേഴ്സ്യൽ സ്പേസ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് സൊസൈറ്റിക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ജെറിയാട്രിക് ബഡ്ജറ്റ് തന്നെ ഇത്തവണ ഗവൺമെൻറ് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയർ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മളെപ്പോഴും പറയും, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിക്ക് പോലും പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്, വിഷരഹിതമായ ഫുഡ്, ഇതിനൊന്നും ഉള്ള റൈറ്റ് ഇല്ലാന്ന്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം അതാണല്ലേ. സമ്പത്ത് കൊണ്ട് മാത്രം ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എന്ന് പല ബില്യണേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചൊരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുമ്പം തീർച്ചയായും അതൊരു റിവാർഡ്ലെസ് ജോബാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതിൽ എന്തൊക്കെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മനസ്സിലാക്കുകയും നമ്മളുടെ സംസ്കാരത്തെ കറക്റ്റായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റുകളിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മിഷനാണ്. അപ്പം അതിൽ
അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും കൂടുതലും ഇനി അങ്ങോട്ട് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇത്രയധികം USB ഉള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ എനിക്ക് തോന്നുക കേരളത്തിൽ എനിക്കൊരു ഭാഗത്ത് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലം എനിക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസയില്ല. പക്ഷേ കുറച്ച് പൈസയുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്, ഒരാളിനെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളിനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബിൽടെക് എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എനിക്ക് ഫണ്ട് കിട്ടാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? തീർച്ചയായും ഒരു ഐഡിയ നമ്മൾ കൺവേർട്ട് ചെയ്ത് അതിനെ ഒരു പ്രോപ്പർട്ടി ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഈ പ്രോപ്പർട്ടി നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് മാത്രം പ്രസൻറ്റ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ ഹാർഡ് ആൻഡ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് ധാരാളം ഫിനാൻഷ്യൽ എയ്ഡ്സ് നമുക്ക് പുറത്തുനിന്ന് കിട്ടും. ഇപ്പോൾ ബാങ്ക് ഒരു വലിയ ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഫണ്ട് ഓട്ടോമാറ്റിക്കലി വരും. ദ പ്രോജക്റ്റ് ഇറ്റ് സെൽഫ് ഒരു അതിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് നമ്മൾ ബോധ്യമാക്കി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളിലും എത്ര ഫണ്ട് ആവശ്യമുണ്ടോ ആ ഫണ്ട് നമുക്ക് കളക്ട് ചെയ്ത് ആ പ്രോപ്പർട്ടിയെ കംപ്ലീറ്റ് ചെയ്യാൻ ബിൽടെക്കിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ ദേ ആർ ടൈഡ് അപ്പ് വിത്ത് മെനി റെപ്യൂട്ടഡ് ബാങ്ക്സ്. അപ്പോൾ അവരിൽ നിന്നും നമുക്ക് കറക്റ്റായിട്ടുള്ള ഫണ്ടിങ് സോഴ്സ് കൊണ്ടുവരികയും ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള എക്സ്പെൻസസ് മീറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ബിൽടെക് ചെയ്തു കൊടുക്കും. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ഒരു ലോൺ എടുക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഞാൻ നടന്ന് എൻ്റെ ചെരുപ്പ് തേഞ്ഞ് എനിക്ക് കൃത്യമായ അറിവ് ഓരോ കാര്യങ്ങളിലും ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ ബാങ്ക് എനിക്ക് ലോൺ തരാൻ ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ച്. അപ്പോൾ അവിടെ ബിൽടെക്കിൻ്റെ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് ക്രൂഷ്യലായിട്ടൊരു റോൾ പ്ലേ ചെയ്യാൻ പറ്റും. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രോപ്പർട്ടി ഇപ്പം ഇൻഡിവിജ്വലായിട്ട് മാറരുത്. ആ പ്രോപ്പർട്ടിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ആ ഐഡൻറ്റിറ്റിയിൽ അതിൻ്റെ നെറ്റ്വർത്ത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽസും അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കറക്റ്റായിട്ട് വളരെ വെൽ ഡിസ്ക്രൈബ്ഡ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റും, നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളതിനകത്ത് എക്സ്പേർട്സാണ്. അപ്പോൾ അത് നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും ആസ് ആൻ ഇൻഡിവിജ്വൽ ഓണർ ആണെങ്കിലും ആ പ്രോപ്പർട്ടിയുടെ എൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് പ്രോജക്റ്റ് ഫണ്ടിങ് തീർച്ചയായും കിട്ടും. പലപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ സ്കോപ്പൊന്നുമില്ല, ഇവിടത്തേക്ക് ഇൻവെസ്റ്റേഴ്സ് വരില്ല എന്നൊക്കെ പല കംപ്ലയിൻറ്റും അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ കേരളത്തിന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറുണ്ട്. നമുക്ക് വിഴിഞ്ഞം പോലെയുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് വരുന്നുണ്ട്, പുതിയൊരു ഗവൺമെൻറ് വന്നിട്ടുണ്ട്, അവർ ചില കാര്യങ്ങൾ ബ്ലൂ ഇക്കോണമി അടക്കമുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് നിൽക്കുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ CM അടക്കം നമ്മുടെ മിനിസ്റ്റേഴ്സ് അടക്കം അവരോട് സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മേഖലയുടെ ഭാഗത്ത് നിന്ന് എന്താ പറയാനുള്ളത്? നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റിലേക്ക് ധാരാളം ഫണ്ട് വരും. ഇപ്പം തന്നെ നമുക്കറിയാം അദാനി ഗ്രൂപ്പ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് അവർ തീർച്ചയായും അതിനെപ്പറ്റി പഠിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ടാറ്റ, TCS വലിയ വലിയ ക്യാമ്പസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ടൈം ബൗണ്ടായിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവരിലും വേണ്ടത്. ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ കംപ്ലീഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഹഡിൽസ് എല്ലാം കവറപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന നെറ്റ്കോ പോലുള്ള ഓർഗനൈസേഷൻസ് ഇതിൻ്റെ മുൻപന്തിയിലുണ്ടാവും. നമുക്ക് എൻ്റയർ കേരളത്തെയും ഒരു നല്ലൊരു ലിവിങ് സ്പേസ് ആക്കി മാറ്റാൻ പറ്റും. ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമുക്ക് അക്രോസ് ദി ഗ്ലോബ് പറയാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മെക്കാനിസത്തിനെ കുറച്ചൊക്കെ ഒന്ന് റീവാമ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു പെർമിറ്റിന് പോകുമ്പം പെർമിഷൻ്റെ ഇഷ്യൂസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാം. നമ്മുടെ ട്രേഡ് യൂണിയനുകൾ അവിടെ വരുന്നതിൻ്റെ ആവശ്യകത എന്താണ്, നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുള്ള യൂണിയൻ പ്രവർത്തനങ്ങളാണെങ്കിൽ തീർച്ചയായും കേരളം 7 പണ്ടേ രക്ഷപ്പെട്ടേനെ. ഇനിയും സാധ്യതകൾ ധാരാളമുണ്ട്. ഇനിയെങ്കിലും നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആർജവമുള്ള ഒരു മെക്കാനിസം, ഒരു ഗവൺമെൻറ് മെക്കാനിസം തന്നെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിലേക്ക് വിവിധങ്ങളായ ഏജൻസികളുടെയും സംഘടനകളുടെയും ഒരു കോർഡിനേഷനാണ് ഇന്ന് കേരളത്തിൽ കുറവുള്ളതായിട്ട് തോന്നുന്നത്. ബാക്കി എല്ലാ റിസോഴ്സസും മണിയും എൻ്റർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റും എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു കോർഡിനേഷനാണ് നമുക്കിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. തീർച്ചയായും ഈ ഗവൺമെൻറ് അത് ചെയ്യും എന്നാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ സാറ് പ്രതിനിധാനം ചെയ്യുന്ന ഈ നാഷണൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട് എന്തായിരിക്കും?
നാഷണൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി കൗൺസിൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പം അർബൻ ലിവിങ് സിസ്റ്റം, അഫോർഡബിൾ ഹൗസിങ്, ഇതിലേക്കൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് PPE മോഡലിൽ വേക്കൻ്റായിട്ട് കിടക്കുന്ന ഏരിയാസിൽ ഗവൺമെൻറ് ലാൻഡുകളിലേക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഇപ്പോൾ വരുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് PPE മോഡലും അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റും ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം അതിലേക്ക് ഞങ്ങളുടെ നെരേഡ്കോ ഫുൾ ആക്റ്റീവാണ്. അപ്പം ഞങ്ങളുടെ ഒരു പ്ലാനിങ് ഉടൻ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ഡിസ്കഷനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ കേരളത്തിന് വികസന സ്വപ്നങ്ങളുണ്ട്, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വികസനത്തിന് വലിയൊരു ബൂസ്റ്റ് ആകും. മാത്രവുമല്ല, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമാണ്, വികസനത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ സർ വർക്ക് ചെയ്യുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏറെ മുന്നോട്ട് പോകാനാകട്ടെ. ഒപ്പം തന്നെ നമ്മുടെ വരവേൽപ്പിലെ മോഹൻലാലിനെ പോലെ അല്ലാതെ വിശ്വസിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഓരോ പ്രവാസിക്കും ധൈര്യം കൊടുക്കുന്ന രീതിയിൽ അങ്ങയുടെ ബിസിനസ് വളരട്ടെ. കേരളത്തിൻ്റെ വികസനത്തിന് വലിയൊരു കയ്യൊപ്പ് ചേർക്കാൻ അങ്ങേക്കാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.